എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല തെറാപ്പി, അങ്ങനെ അതിനെ പേര് ഞാൻ വിളിക്കല്ല, അത് നിസ്കാരത്തിലെ സുജൂദാണ് എന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് പറഞ്ഞോട്ടെ, എന്ന് വെച്ചാൽ സുജൂദിൽ വെച്ചിട്ട് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത് അത് മുഴുവനും അള്ളാഹു തരും. കാരണം സുജൂദ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ്. ഫർദ് നിസ്കാരത്തിൽ അങ്ങനെ ചോദിക്കാൻ നമുക്ക് അനുവാദമില്ല. ഫർദ് നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലാനേ നമുക്ക് അനുവാദമുള്ളൂ. പക്ഷേ നമ്മളോട് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞത് ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സുജൂദിൽ കിടന്നിട്ട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്? ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്? അള്ളാഹു തന്നിരിക്കും. രോഗമാണോ മാറേണ്ടത്? അള്ളാഹു തന്നിരിക്കും. കാരണം ഉത്തരങ്ങൾക്ക് മുമ്പേ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് സുജൂദ്. പക്ഷേ നമ്മൾ സുജൂദിൽ എന്തൊക്കെയാ ചോദിക്കുന്നത്? സുജൂദിൽ ചോദിക്കേണ്ടുന്ന ചോദ്യം കൃത്യമായിട്ടും പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തേതിൽ നിങ്ങൾ ചോദിക്കേണ്ടത് തൗബയാണ്, മുഴുവൻ കാര്യങ്ങൾക്കും മാപ്പാണ്. രണ്ടാമത്തതിന് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ശുക്റാണ്, നമുക്ക് ചെയ്തു തന്നതിന് മുഴുവനുള്ള നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്, ആളുകൾക്ക് നന്ദി ചെയ്യുക എന്നതാണ്. നന്ദി ചെയ്യുമ്പോൾ എന്തൊരു രസമുണ്ടാവും. ഇത് ആളുകൾക്കല്ല, അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ. മൂന്നാമത്തതിൽ ആഖിറത്തിന്റെ വിജയത്തെക്കുറിച്ച് ചോദിക്കലാണ്. നാലാമത്തതിലാകട്ടെ ദുനിയാവിലെ മുഴുവൻ കാര്യം നമ്മളോട് ചോദിക്കാനാണ്. സ്ട്രെസ് എത്ര റിലീസ് ആവും എന്നറിയോ നിങ്ങൾ? നമ്മൾ മതപരമായ മൂല്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുമ്പോൾ ഒരാൾക്കുമില്ലാത്തൊരു സമാധാനം ഉണ്ടാവും. ഞാൻ നാളത്തെ കാര്യമില്ല ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. നമ്മളെ മുത്തു സാഹിബിൻ്റെ അനിയൻ മൻസൂറിൻ്റെ കുട്ടി, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമാണ്. ബ്രിഡ്കോ മുത്തുവിൻ്റെ അനിയൻ മൻസൂറിൻ്റെ കുട്ടി, 2 പെൺകുട്ടികളുണ്ടായിട്ട് ഒരു ചെറിയ കുട്ടി ഉണ്ടായതാണ്. ഭാവിയിൽ മൻസൂർ ഇത് കേൾക്കുമെങ്കിൽ ക്ഷമിക്കണം, അവനക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് സംസാരിക്കാൻ. ആകെ 1 വയസ്സേ ഉള്ളൂ. വീട്ടിലേക്ക് ഒരാൾ കല്യാണം പറയാൻ വന്നതാണ്. കല്യാണം പറയാൻ വന്ന ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ സാധു അത് അറിഞ്ഞിട്ടില്ല. ബെൻസ് കാറും കൊണ്ട് വന്ന് പിന്നെ പെരക്കാരോട് കല്യാണം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നേരെ പെരക്കാരോട് അസ്സലാമു അലൈക്കും എന്നാ പോട്ടട്ടാന്ന് പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുത്തതാണ്. നേരെ ചുവട്ടിൽ കുട്ടിയുണ്ടായിരുന്നു. കാറിന്റെ ടയർ കയറിയിട്ട് ചതഞ്ഞരഞ്ഞ് മോന് മരിച്ചു. അതും 2 പെൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായ മോനാണ്. ആ കുട്ടി കാരണം ആ മാതാപിതാക്കൾക്ക് ഉയർന്ന ദറജ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ പറ, ഭൗതികതയുടെ പ്രമത്തതയിൽ ആറാടിക്കൊണ്ട് കഴിയുന്ന ഒരാൾക്ക് ഇത് ക്ഷമിക്കാൻ പറ്റുമോ? ഇത് സഹിക്കാൻ പറ്റുമോ? ഇദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം അത് കണ്ടിട്ടില്ല. അവസാന പിഞ്ചു കുഞ്ഞിന്റെ ഇങ്ങനെ മരിച്ചാലുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം വ്യഥകൾ, വേദനകൾ വിവരമറിഞ്ഞ് കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് എനിക്ക് എത്താൻ പറ്റിയ സമയത്ത് അദ്ദേഹം എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഈ കാറ് കയറ്റിയ ആള്, അദ്ദേഹം അറിയാതെ ചെയ്തു പോയതാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് കരഞ്ഞു. ഒരുപാട് പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയ ആളാണ് വിദേശ രാജ്യത്ത്. അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇവരെന്താ എന്നൊന്ന് ചീത്ത പോലും പറയാത്തത്, ഇവരെന്താ എന്നോടൊന്നും ഒരു വഴക്ക് പോലും പറയാത്തത്. എന്തുകൊണ്ടാ പറയാത്തതെന്നറിയോ? എന്തുകൊണ്ടാ പറയാത്തത്? നിങ്ങൾ പറ. ഭൗതികാർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ അതിന് നിയമം നൂലാമാലകളൊക്കെ വേറെ ഉണ്ടാകാം. എവിടുന്ന് നമുക്ക് സമാധാനം കിട്ടും? നമുക്ക് 2 പെൺകുട്ടികൾക്ക് ശേഷമുണ്ടായ ഒരു പാവം കുഞ്ഞ് ടയറിന്റെ ചോട്ടിൽ അശ്രദ്ധാപൂർവ്വം മരിച്ചൊടുങ്ങുമ്പോ എങ്ങനെ നമുക്ക് ക്ഷമയുണ്ടാകും? എന്നാൽ ഈ 2 ആൾക്കാരും ക്ഷമിച്ചത്, ഞാൻ അവരുടെ ദീനിന്റെ അളവുകോലല്ല, പക്ഷേ 2 പേരും ക്ഷമിച്ചത്, സഹിച്ചത്, അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവൻ പോയി എന്ന് വളരെ സന്തോഷത്തോടു കൂടി പിന്നീട് അവർ ആലോചിക്കുന്നത്, അന്ന് ദുഃഖം തീവ്രമായിരുന്നെങ്കിലും എൻ്റെ മകൻ അങ്ങോട്ട് പോയി, എൻ്റെ അള്ളാഹുവിലേക്ക് പോയി എന്ന് സമാധാനമുണ്ടായത് കൊണ്ടാണ്. ദീനെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പക്കാരോട് നാളേക്ക് വേണ്ടിയുള്ളതല്ല. ആരൊക്കെയോ നമ്മൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് നാളേക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അത് തെറ്റാണ്. അറബിയിൽ പറയുമ്പോ ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ എന്നാണ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടി ജീവിക്കണോ, നാളെയുടെ ആഖിറത്തിൽ സന്തോഷത്തോട് കൂടി ജീവിക്കണോ, അതിനുള്ളതാണ് ദീൻ. ये दुनिया और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला दिन में रखी है, सिर्फ ये दिन में रखी है. ഇതാണ് ഉറുദു പണ്ഡിതന്മാരെ പറയാ. ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ വിജയവും അല്ലാഹു വെച്ചിട്ടുള്ളത് ഇതിലാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പ്രഭാഷകന്മാരുടെ ദീനായി സംസാരിക്കുന്ന ആളുകളെ നോക്ക്. Almighty Allah subhanahu wa ta'ala puts all the success in this world and also hereafter only in the perfect deen. ഇത് പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുക.
കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ എല്ലാ ആനന്ദങ്ങളും ദീനുണ്ടായത് കൊണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ക്ഷമ നമുക്ക് കിട്ടുന്നത് ദീനുണ്ടായത് കൊണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് ദീനുണ്ടായത് കൊണ്ടാണ്. മാതാവ് നമ്മളെ വെറുപ്പിച്ചു പറഞ്ഞാലും അവരോട് സല്യൂട്ട് അടിച്ചിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് only because of ദീൻ. ഒരിക്കലും നമ്മുടെ പ്രിയങ്കരനായ ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന സംവിധായകനെ കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ ഒരിട വന്നപ്പോ സുഹൃത്തുക്കൾ ആ സമയത്ത് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ ഉസ്താദുമാർ, അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കാറില്ല, അദ്ദേഹം മോശമായി പെൺകുട്ടികളോട് പെരുമാറാറില്ല, അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് only because of ദീൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതം ഉണ്ടായതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞങ്ങളോട് പറയാണ്, only because of ദീൻ. അദ്ദേഹം സിനിമ നടനല്ലേ മറ്റതല്ലേ മറിച്ച് അതൊക്കെ വേറെ ചർച്ച. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പോസിറ്റീവ് പറഞ്ഞാൽ അതിൽ നിന്ന് പലത് നമുക്ക് പഠിക്കാണ്ടാവും. ബാക്കി അവരുടെ കാര്യം അവരും കൂടി അത് പഠിച്ചോൻ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ കണ്ടിട്ടാണ് പല അമുസ്ലിമീങ്ങളും എന്താക്കുന്ന സിനിമാ ഫീൽഡിലുള്ളവർ മതം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലാതെ നമ്മൾ വേദം പറഞ്ഞു കൊടുത്തിട്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നരുത്. അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്താണ് ദീൻ എന്നുള്ളത് ആ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരുടെ പോസിറ്റീവ് നമുക്ക് പറയാം, അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല, ആ ഫീൽഡിനെ ന്യായീകരിക്കുകയല്ല. ഇതേപോലെ നമുക്ക് നെഗറ്റീവ് വിടാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, അഥവാ നമ്മൾ ദീനീയായ രീതിയിൽ നമ്മൾ ആകുമ്പോൾ നമുക്ക് ഉയർന്നുയർന്ന് പോകാൻ വല്ലാത്തൊരു ഹരമുണ്ടാകും. ആ ഹരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് 3-4 കാര്യങ്ങൾ കൃത്യമായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ യുവാക്കളോടാണ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പഠനം തന്നെയാണ്. എത്ര നിങ്ങൾക്ക് പഠിച്ചുയരാൻ പറ്റുമോ അത്ര നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. പഠനം കൊണ്ട് മാത്രം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. അതിൻ്റെ പേര് സ്കിൽസ് എന്നാണ്, കഴിവുകൾ എന്നാണ്. ഒരുപാട് A+ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സ്കില്ലൊന്നും ഉണ്ടാവില്ല. ഒരുപാട് A+ന്റെ മേലെ A+ കിട്ടി എന്ന് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടാവണമെന്നില്ല, മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്കില്ല് തെളിയിക്കണം. നമ്പർ 3 പാഷനാണ്. ഇതപ്പം ഇവിടെ പ്രിയപ്പെട്ട ഷറഫുക്ക് ഇരിക്കുന്നു. ഷറഫുക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരു പാഷനാണ്. പ്രിയപ്പെട്ട ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ട്രെയിനിങ്ങും അതിന്റെ കോച്ചും അദ്ദേഹത്തിന്റെ പാഷനാണ്. പാഷനുള്ള ലോകമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാകാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാകാം, അവർക്കതൊരു പാഷനാണ്. ഇന്നലെ ഞാൻ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് മിംസിൽ പോയി. എപ്പോഴും നമ്മളുമാണല്ലോ ചെക്കപ്പൊക്കെ ചെയ്യുക. ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അപ്പൊ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് 3:15 എന്താക്കിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടുത്തെ ഡോക്ടറാണ്, ഫേമസ് ഡോക്ടറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 3:15? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു പണമോഹിയൊന്നുമല്ല, എന്നാലും പറയും ഇത്രയും ആൾക്കാർ നിൽക്കല. അദ്ദേഹത്തിന്റെ ഭക്ഷണം 3:15 കഴിക്കാതെ പോലെ നീട്ടി. ഇനിയും 7 ആൾക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് തീരുക? അത് ഒബ്സർവേഷനും അതും ഇതും എല്ലാം കൂടിയായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാൻ. അതുവരെയൊക്കെ അതൊരു ആപ്പിൾ കഴിച്ചിട്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ പോവലാണ്. ഡെഡിക്കേഷനാണ്, പാഷനേറ്റാണ്. അദ്ദേഹം അതിൽ പാഷനേറ്റാണ്. തന്നെ തേടി വന്നിട്ടുള്ള രോഗികളായ ആളുകൾ ഏത് ഫീൽഡിലായാലും നമ്മളത് വേണം. അപ്പൊ യുവാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ചും, ഇപ്പൊ ഈ കാലഘട്ടത്തിലെ കുറെ കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും ക്യാമ്പസുകൾ നമ്മളെ പല കോലത്തിലേക്കും കൊണ്ടുപോകും. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ വിദേശ രാജ്യത്തിലേക്ക് ഇങ്ങനെ കോഴ്സുകൾക്ക് വേണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ കൾച്ചർ നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ഏകദേശം 9 രാജ്യങ്ങളൊന്ന് കറങ്ങിയിട്ട് പോന്നു. ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ്സ് ഒക്കെ. അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ നല്ല കൾച്ചറുണ്ട്, നല്ല രീതിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ മനുഷ്യൻ ഇങ്ങനെ ഐസൊലേറ്റഡ് ആകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐസൊലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തോടൊരു ബന്ധമില്ലാതെ അവനാൻ്റെ ജോലിയും ചെയ്ത് അവനാൻ്റെ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന. അവിടെ മലയാളികളുടെ കൂട്ടായ്മകൾ കുറവാണ്. എന്നാൽ ഗൾഫിൽ അങ്ങനെയല്ല. അവിടെ നമ്മളെ സംബന്ധിച്ച് വിദേശത്ത് പോവുകയാണെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും നിലനിർത്തിയിട്ട് മൂല്യത്തോടു കൂടി പോകാനേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന കാംബ്രിഡ്ജിലും ഈ പറയുന്ന ഓക്സ്ഫോർഡിലുമൊക്കെ നമ്മളെ നാട്ടിലെ ചർച്ചയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. തലപ്പാവ് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ പറയാ മഫ്ത ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് വരിക. ആ സിസ്റ്റമൊക്കെ വിദേശത്തൊക്കെ മാറിക്കഴിഞ്ഞു. അവിടത്തൊക്കെ വലിയ വലിയ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറല്ല ഇപ്പുറത്തെ കുട്ടിക്കുള്ളത്. പിന്നെ കമ്പ്യൂട്ടറിലെ മോണിറ്ററാണ്. അവിടെ തല ഒന്ന് മാറ്റുമ്പോഴേക്കും ഇവളുടെ ക്വസ്റ്റ്യൻ പോയിട്ടുണ്ടാവും. പിന്നെ എവിടുന്ന് കോപ്പി അടിക്കാനാണ്? നമ്മുടെ സിസ്റ്റം കേമമല്ലാത്തത് കൊണ്ട് കുട്ടികളുടെ എല്ലാ ഡ്രസ്സും അഴിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സിസ്റ്റം പോവാൻ. ഞാൻ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ
എന്നാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് ക്യാമറയിലൂടെ പറയുന്നു, നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 കോളേജ് എന്ന് പറഞ്ഞ ടോപ്പ് 10 ക്യാമ്പസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും മഫ്തയും അതേപോലെ നക്കാബും ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇതൊന്നും ചർച്ചയല്ല. നക്കാബ് ഇടേണ്ടതൊക്കെ വേറെ ചർച്ചയാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതുപോലും ഇട്ട് നടക്കുന്നവരെ ആ രാജ്യത്ത് അത് ചർച്ചയല്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വാല്യൂസ് ആണ്. ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞോട്ടെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം. ഇവിടുത്തെ യൂത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ, ഇവിടുത്തെ യൂത്തിന്, ഈ യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സ്കില്ലാണ് ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അവിടെ കോഴ്സൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം. ഞാൻ പറയാ, ഒരൊറ്റ മാസം നന്നായിട്ട് പഠിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. ഒരൊറ്റ മാസം നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ക്രാഷ് കോഴ്സ് നടത്തുകയാണെങ്കിൽ ആ ക്രാഷ് കോഴ്സിൽ ഒറ്റ മാസം കൊണ്ട് തീരെ ഭാഷ പഠിക്കാത്തവർക്ക് വേഗം പഠിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. ചെറുപ്പം മുതലേ ഭയങ്കര മല്ലിക്കെട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആ സാധനം പഠിയൂല. നേരെ മറിച്ചിട്ട് തീരെ പഠിക്കാത്തവർക്ക് അധികം അറിയാത്തത് കൊണ്ട് ഈ സാധനം കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പൊ യുവാക്കൾക്കൊരു ലക്ഷ്യമുണ്ടാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇതേപോലെ തന്നെ പ്രായം ചെന്നവർക്ക്, ഇവിടെ പ്രായം ചെന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നവർ ചിലപ്പോൾ ഒരുപാട് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അവർ അവരുടേതായ ഷോളുകൾ വാങ്ങിയിട്ടുണ്ടാകും, തുണികൾ വാങ്ങിയിട്ടുണ്ടാകും, നിങ്ങളടുത്ത് മൊമെന്റോ വാങ്ങിയിട്ടുണ്ടാവും. ഇത് വീട്ടിൽ നിന്നുമാണ് അവർക്ക് കിട്ടേണ്ടത്. ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു സിംബോളിക്കാണ്. കുടുംബത്തിലെ അമ്മായി ആദരിക്കുന്നു, കുടുംബത്തിലെ ഉമ്മാമയെ ആദരിക്കുന്നു. വീട്ടിലെത്തുമ്പോ നമ്മളെന്ന മക്കളും ആ സ്നേഹാദരം കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റാണ്. ഒരുമ എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാകണം. തെയ്യമ്പാട്ടിൽ കുടുംബത്തിന് മാത്രമല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് ഒരുമ എന്ന് പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ വേറെ പൊളിറ്റിക്സുകാരുണ്ടാവും, ഇവിടെ ലീഗുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും. ആ രാഷ്ട്രീയത്തെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിന്റെ മുറ്റത്ത് കെട്ടരുത്. രാഷ്ട്രീയം നമ്മുടെ വീട്ടിന്റെ പുറത്താണ്. അഥവാ രാഷ്ട്രീയപരമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ എളാപ്പ, മൂത്താപ്പ അല്ലെങ്കിൽ വല്ലിപ്പ മക്കളെല്ലാവരും ഒന്ന്, രാഷ്ട്രീയം അതിന് പുറത്താണ്. നമ്മൾ എത്ര വലിയ രാഷ്ട്രീയക്കാരാണെങ്കിലും കുടുംബത്തിൽ പരസ്പരം വാഗ്വാദങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാകരുത്. വ്യത്യസ്ത സംഘടനക്കാരെ കൂട്ടത്തിലുണ്ടാകും. ചിലപ്പോ സലഫിക്കാരുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, സുന്നിക്കാരുണ്ടാകും, വേറെയുള്ള ആൾക്കാരുണ്ടാകും. ആരുണ്ടാകട്ടെ, അതൊന്നും നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരരുത്. അത് അവനാണ്, ഇവനാണ്, മറ്റവൻ അങ്ങനെയാണ്, ഇവൻ സലഫിയാണ്, അവൻ കുലുഫിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കരുത്. കാരണം നമ്മുടെ ആദർശം കൊണ്ട് നമുക്ക് പോകാൻ പറ്റണം. നമ്മൾ നമ്മുടെ ആദർശം കൊണ്ട് പോയിക്കോ, അതിനൊന്നും നിങ്ങൾ മാറ്റണ്ട. പക്ഷെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. പിന്നെ ചിലപ്പോ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ദുരന്തമാണ്, മലയാളികൾക്കിടയിൽ കുശുമ്പുള്ളത് പോലെ ലോകത്തിലൊരു മനുഷ്യർക്കും കുശുമ്പില്ല. യൂറോപ്പിൽ അതിസമ്പന്നർ കുറവാണ്. നിങ്ങൾ പഠനം നടത്തി നോക്കി. കാരണം എന്താണെന്നറിയോ? പൈസ ഉണ്ടാക്കുന്നതിനനുസരിച്ച് സർക്കാരിന് ടാക്സ് അങ്ങനെ കൊടുക്കണം. മറ്റൊരു 18%, ഇവർ 38, പിന്നെ ഒരു 40, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതിസമ്പന്നരവിടെ കാണൂല. തന്നെയല്ല, ഏകദേശം 5000 കോടി 10000 കോടിയുള്ള ആൾക്കാർ അവിടെ സൈക്കിളിൽ പോവും. നിത്യക്കാഴ്ചയാണ്. ഒറ്റ കോയിനിട്ടാൽ, ഒരു പൗണ്ട് ഇട്ടാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാർഡൊന്ന് ചുരണ്ടിയാൽ സൈക്കിൾ ഇങ്ങനെ പോകുന്ന ആൾക്ക് ചിലപ്പോൾ 11 ബിസിനസ് ശൃംഖലകൾ ഉണ്ടാവും. പക്ഷെ സൈക്കിളിലെ പോവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ മലയാളികൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ ഗോസിപ്പ് കാണിക്കുന്നവരാണ്. ആ ഗോസിപ്പുകൾ ഒരിക്കലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബിസിനസ് പരമായി ഉയർന്നു പോയി, അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റണം. നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി ഉയർന്നു പോയി, നമ്മളെ കുട്ടിയേക്കാൾ വളർന്നാൽ അവന് സല്യൂട്ട് കൊടുക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ ഭയങ്കര മത്സരത്തിലാണ്. നമ്മളെ കുട്ടി നീറ്റിന് പഠിക്കണ്ടാവും, അപ്പുറത്തെ കുട്ടിയും പഠിക്കണ്ടാവും. ഈ പണ്ട് കരണ്ട് പോയാണ്ട് അയൽവാസിക്കൊരു നോക്കല്, കരണ്ട് പോയാൽ വേഗം നോക്കൽ അയൽവാസിക്കാണ്. അവിടെയും പോയിക്കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനമാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ കരണ്ട് പോയി എന്നുള്ളതല്ല പ്രശ്നം, അയൽവാസിയിലും ഇല്ല, എവിടെയും ഉണ്ടാകരുത്. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല, അപ്പം അയൽവാസിൻ്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ബേജാറ്, അത് പാടില്ല. നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കി അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമ്മുടെ കുട്ടിക്ക് കിട്ടിയില്ല. നീറ്റല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. നീറ്റ് ഒരു മേഖലയാണ്. ആ മേഖല കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ മേഖല കിട്ടും. എത്രയോ നീറ്റ് പൊട്ടിയ ആൾക്കാർ സിവിൽ സർവീസിലെത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് ജയിച്ച ആൾക്കാർ എത്രയോ ആക്ച്വറിയൽ സയൻസിൽ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണെന്നല്ലേ. സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ ആക്ച്വറിയൽ സയൻസ് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ മേഖലയിലെ കഴിവ് തെളിയിക്കലാണ്. അതുകൊണ്ട് നീറ്റ് കിട്ടിയ കുട്ടി മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ബിസിനസ്സുകാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു കുറച്ചൊക്കെ ഒരു ബിസിനസ്സുകാരുടെ ഫാമിലി എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ.
ലോകത്തിലെ ഏറ്റവും ചെറിയ സാധനം ജോബാണ്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രമാദം, എല്ലാവർക്കും സ്നേഹാദരങ്ങൾ. ഈ ലോകത്തിലെ ഏറ്റവും ചെറുത് ജോബാണ്. JOB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ്. ജസ്റ്റ് ഒബേ ദി ബോസ്, JOB. അതിൻ്റെ അർത്ഥം അങ്ങനല്ല കേട്ടോ, അതൊരു ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അതിൻ്റെ മുകളിലാണ് എന്തുള്ളത്? നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മളെന്നൊന്ന് തുടങ്ങി നമ്മൾ തന്നെ അതിനെ കൊണ്ടെടുക്കണതിൻ്റെ പേരാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മളാണ് അതിൻ്റെ ബോസ്, നമ്മൾ തന്നെ അവിടുത്തെ തൊഴിലാളിയും. എന്നാൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കേരളം, ഇനി പറഞ്ഞ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പെണ്ണുങ്ങൾക്കും കൂടി പറയാം. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറലാണ്. എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി ചിന്തിച്ച് മറ്റുള്ളവർക്ക് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് സിസ്റ്റവും മറ്റുള്ളവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ് ബിസിനസ്. ആ ശൃംഖലയിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അതിന് മുകളിൽ ഇനി ഒന്നേ ഉള്ളൂ, അതെന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റർ എന്നതാണ്. കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കേവലം ജോബിലേക്ക് മാത്രം നമ്മൾ എന്താക്കരുത്, ഇകഴ്ത്തി കൊണ്ടുപോകരുത്. ജോബ് ചെയ്യണവരൊക്കെ മോശമെന്നല്ല പറഞ്ഞത്. ജോബ് വലിയൊരു സംഭവം നമ്മൾ വിചാരിക്കരുത്. അതിന് മുകളിൽ ഒരുപാട് വിധാനങ്ങളുണ്ട്. ഇവിടുത്തെ തെയ്യമ്പാട്ടിൽ വന്നിട്ടൊരു വിവാദം പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വിവാദമല്ല, ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പറയാണ്. ഇവിടുത്തെ പാവം പെൺകുട്ടികൾക്ക്, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഓരോ ഷെയർ കൊടുക്കണമെന്നാണ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇവർ വീട്ടിലിരുന്നിട്ട് കുറേ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് 50,000 രൂപ മാസത്തിൽ കൊടുത്താൽ പോലും എന്താകൂല, അതിന് പകരമാകൂല. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ഞാൻ ചെറിയ രീതിയിൽ ചെയ്യണോണ്ട് പറയാണ്. ആദ്യം നമ്മളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മാക്കാണ്, നമ്മുടെ ഉമ്മാക്ക്. കാരണം നമ്മുടെ ഉമ്മയിൽ വന്നിട്ട് എന്തായാലും മാനേജ് ചെയ്യാനൊന്നും പോകണില്ല. പക്ഷെ ഉമ്മാക്ക് നിങ്ങളൊരു 5% ഇട്ടോക്ക്. ഏതായാലും ഉമ്മാക്ക് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഉമ്മാക്ക് 5% വളരെ അന്തസ്സോടെ കണ്ട് വാങ്ങുമ്പോൾ ആ 5% നമ്മളെ പെറ്റുമ്മാക്കും പോറ്റുമ്മാക്കും, അഥവാ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മാക്ക് കൊടുത്തതിൻ്റെ പേരിൽ നമ്മുടെ ബിസിനസ് വെച്ചടി വെച്ചുയരുന്നത് കാണാൻ പറ്റും. കാരണം പ്രാഗൽഭ്യം കൊണ്ടല്ല നമ്മൾ ഈ പാർട്ട്ണറെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അർശ് കുലുക്കാൻ കഴിവുള്ള കണ്ണുനീരുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഖത്തറിലും അതേപോലെ തന്നെ ഒമാനിലും ഒക്കെ ആയിട്ട് ഏകദേശം ഇപ്പോൾ 75ഓളം ഷോപ്പായി. അദ്ദേഹം എല്ലാ ഷോപ്പ് ഉദ്ഘാടനത്തിനും ഉമ്മാനെ കൊണ്ടുപോവുക. വലത്ത് അറബിയോലുണ്ടാവും, ഇടത്ത് അറബിയോലുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ രാവിലെ പോയിട്ട് ഉമ്മാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുക. കാരണം ഉമ്മാരിങ്ങനെ കത്രിക ഇങ്ങനെ വിറച്ചിട്ട് കണ്ണിങ്ങനെ ഒലിപ്പിച്ചിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതിലും വലിയൊരു ഉദ്ഘാടകയൊന്നും ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് സ്വന്തം ഉമ്മമാർക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കും. ഞാൻ വിവാദമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. ആ അവകാശം ചോദിച്ച് വരും ചെയ്യരുത്. മൂപ്പര് അങ്ങനെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറയരുത്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. വാപ്പ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നാളും പോയിന് കോർഫുക്കാൻ ലാഞ്ചിക്ക് പോയിട്ട് ഇറങ്ങിയ സ്ഥലമാണത്. അവിടെ ഇപ്പോഴുണ്ട് കാലിക്കറ്റ് ഹോട്ടൽ. കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റാന്തൽ പിടിച്ചിട്ട് ഇങ്ങനെ വീശുമത്രേ. അന്ന് പാവം ആ ആളുടെ പേരെന്താന്നറിയ, കഞ്ഞിമൗല എന്ന്. കഞ്ഞിമൗല, തിരൂർ സബ്ക ഹോട്ടലിൻ്റെ വെല്ലിപ്പാൻ്റെ പേരായി കഞ്ഞിമൗല. ആ കഞ്ഞിമൗല ഇങ്ങനെ രാന്തലുകൊണ്ട് വീശും. വരുന്നവരെ വരിയെന്ന് പറഞ്ഞിട്ട് കരണ്ടില്ലാത്ത ഭൂമിയിലേക്ക് പത്തേമാരിയിൽ കയറി കടലിലേക്ക് ചാടിയിട്ട് നീന്തി ചെന്നിട്ട് ആദ്യമായിട്ട് വിശന്ന് വലയുമ്പോൾ ആദ്യത്തെ കഞ്ഞി കൊടുത്ത മനുഷ്യൻ്റെ പേരാണ് കഞ്ഞിമൗല. അദ്ദേഹത്തിൻ്റെ പേരെന്നെ കഞ്ഞിമൗല എന്ന്. ഇപ്പം പേരക്കുട്ടികളൊക്കെയാണ് നടത്തുന്ന, മക്കളും പേരക്കുട്ടികളൊക്കെ. ചെറിയ ഓലപ്പുര പോലുള്ള ഹോട്ടലാണ്. അങ്ങനെ പോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ മുൻഗാമികൾ, അവരൊന്ന് വീട്ടിലിരിക്കുകയാണ്. ആ പാവപ്പെട്ട ആൾക്കാർക്ക് മാസത്തിൽ മക്കൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് 5000, ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് 10000. നിങ്ങൾ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അക്കൗണ്ടിലൂടെ വന്ന് നമ്മളെ വാപ്പാക്ക് മാന്യമായിട്ട് കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ഞാൻ ഏതോ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട്ടത്തെ ഒരു പയ്യൻ, അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോൾ ആ ശമ്പളം കൊണ്ടുപോയിട്ട് വാപ്പാക്ക് കൊടുക്കണതിന് പകരം ഉമ്മാക്ക് കൊടുത്ത്, എന്നിട്ട് നിങ്ങൾ വാപ്പാക്ക് കൊടുത്താളിന്ന് പറഞ്ഞ്. അപ്പോൾ ഉമ്മ പറഞ്ഞ്, മോനെ ഇയാണ്ട് കൊടുത്താളുടെ വാപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും നിന്റെ ആദ്യത്തെ ശമ്പളം സ്വീകരിക്കാൻ. ആ സമയത്ത് മോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്കറിയാം, പയ്യനെ നല്ല ദീനുള്ള പയ്യനാ. ആ പയ്യൻ പറഞ്ഞ മറുപടി, കുട്ടിക്കാലം മുതലേ പഠിക്കാൻ വാപ്പ എങ്ങണ്ട് പൈസ തരില്ലായിരുന്നു. അന്നൊക്കെ എൻ്റെ കയ്യ് താഴെയും എൻ്റെ ഉപ്പാൻ്റെ കയ്യ് മുകളിലുമായിരുന്നു. എൻ്റെ ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യ് മുകളിലായി പോകും, എൻ്റെ ഉപ്പാൻ്റെ കയ്യ് താഴെയായി പോകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമില്ല. ഞാൻ എൻ്റെ യൂത്തിനോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് മോഹിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് കാത്തിരിക്കുന്നു. നമ്മുടെ മര്യാദകൾ, നമ്മുടെ മനസ്സ്, അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ചെയ്തു കൊടുക്കുക.
പിന്നെ ഒരാളും കൂടി ഉണ്ട്, അത് പറയുമ്പോൾ വിവാദമാകുക. സ്വന്തം ഭാര്യയ്ക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. കാരണം നമ്മളെ കൂടെ എല്ലാറ്റിനും ഉണ്ടായ ആളെ. ഇതിൽ മിക്ക ആൾക്കാരും ആദ്യത്തെ പെട്ടിക്കട തുടങ്ങിയത് മിക്കവാറും ഓളെ പണ്ടം വിറ്റിട്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ പോലും കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിച്ച ആളായിരിക്കും. ജസ്റ്റ് ഒരു 5%, അവൾക്കൊരു ഭയങ്കര ഗെറ്റപ്പായിരിക്കും അത്.